എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക റീഡിംഗ് ആണ്. ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കാർഡുകളാണ്. നിങ്ങൾ എപ്പോൾ ഇത് കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് ബാധകമാകും. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവണം എന്ന് തോന്നുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. നേരത്തെ പറഞ്ഞതുപോലെ ടൈംലെസ് വീഡിയോ ആണ്. എപ്പോൾ കാണുന്നുവോ അപ്പോൾ ഇത് ബാധകമായിരിക്കും. നമുക്ക് ഈ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി സത്യത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതിലേക്കാണ് നാം പോകുന്നത്. ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ആ ഒരു ആഴമാണ് നമ്മളിവിടെ അളക്കുന്നത്. സ്നേഹം എങ്ങനെയുള്ളതാണെന്നൊക്കെയാണ് നമ്മളിവിടെ അളക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. ഒന്നാമത്തെ കാർഡ് നൽകുന്ന ഒരു അറിവ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ ആത്മവിശ്വാസം കുറയുന്നു, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നു, ഉത്തരവാദിത്തത്തിൻ്റെ ഭയം ഉണ്ടാകുന്നു, ഒരു ഭയം ഉണ്ടാകുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു, എന്തിനേയോ ഭയപ്പെടുന്നു, പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതിനെക്കുറിച്ചുള്ളൊരു ഭയം. ഒരുപക്ഷെ സ്നേഹം കുറയാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഇതിലൂടെ വരാം. ഏതോ ഒരു കാര്യത്തെ, ഏതൊരു വ്യക്തിയെ, ഏതൊരു സാഹചര്യത്തെ, വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തെ, അത് ഇതുവരെ ആ വ്യക്തി ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാതെ ഫ്രീ ആയിട്ട് നടന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയെ ഭയപ്പെടുത്തുന്നു ഈ സാഹചര്യം. അത് തന്നെ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിനെയോ അതിനെയൊക്കെ ബാധിക്കാം. മാനസികമായിട്ട് മറ്റൊരു ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ വ്യക്തി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കൃത്യമായ റീഡിങ്ങിലൂടെ ആ വ്യക്തിയുടെ മനസ്സ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാർഡിലേക്ക് വരുമ്പോൾ മനസ്സ് തുറക്കാനും തുറന്ന് സംസാരിക്കാനും ആ വ്യക്തിയോട് യൂണിവേഴ്സ് പറയുകയാണ്, പ്രകൃതി പറയുകയാണ്. അതായത് നിങ്ങളോട് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആണത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് യൂണിവേഴ്സ് നൽകുന്നൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ മനസ്സ് തുറന്ന് സംസാരിക്കുക. അപ്പോൾ നിങ്ങളോട് പറയുന്നില്ല. ഇപ്പോൾ ഈ ഒരു ആദ്യത്തെ കാര്യത്തിൽ ഭയമുണ്ട്, പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് ശരിയായ കാരണങ്ങൾ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ അത് തീരുമായിരുന്നു. ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളോട് മറച്ചു വെക്കുകയാണ്. നിങ്ങളോട് മറച്ചു വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കാര്യം തീരുന്നില്ല, ആ പ്രശ്നം തീരുന്നില്ല. ആ വ്യക്തിക്ക് സ്നേഹം ഉണ്ടായിട്ടും ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഭയം, പേടി, ഉത്തരവാദിത്തത്തിനെ പേടിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് ബോധപൂർവം മറച്ചു വെക്കുകയാണ്. ഇപ്പോൾ മറച്ചു വെക്കുന്നതിന് ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാവും. നിങ്ങളത് അറിയിച്ചാൽ നിങ്ങളെങ്ങനെ സ്വീകരിക്കും, നിങ്ങളെങ്ങനെ അതിനെ എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആളാണെങ്കിൽ നേരിട്ടൊന്ന് പറഞ്ഞേക്കുക. എന്താണെന്ന് വെച്ചാൽ പറയുക. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തീരുന്ന പ്രശ്നമാണ്. പക്ഷെ പറയാതിരുന്നാൽ മരിക്കുന്നത് വരെ അത് തീരില്ല. പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കും. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വ്യക്തിയോട് കാര്യം ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളത് ഈ റീഡിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ മൂന്നാമത്തെ കാർഡിൽ നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെട്ട വ്യക്തി മനസ്സിൽ ഭയമുണ്ട്, അത് നിങ്ങളോട് പറയുന്നില്ല, നിങ്ങളോട് മറച്ചു വെക്കുന്നു, അത് വഷളാക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഉള്ള ഒരു ആത്മീയ ജ്ഞാനം അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് യുക്തിസഹമായിട്ടുണ്ടാകുന്നതാകാം. അതിലൂടെ നിങ്ങൾ ആ വ്യക്തിയുടെ പ്രശ്നം മനസ്സിലാക്കുന്നുണ്ട്. സത്യത്തിൽ ഏത് വിഷയത്തിലാണ് ആ വ്യക്തി ഭയപ്പെടുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഈശ്വരനത് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ പോസിറ്റീവ് എനർജി, നിങ്ങളുടെ ശക്തി, നിങ്ങൾക്ക് അത് നിങ്ങളുടെ വ്യക്തി ഇന്ന കാര്യത്തിലാണ് ഭയപ്പെടുന്നത്, ഇന്ന കാര്യത്തിലാണ് മനസ്സ് വല്ലാതിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ഈശ്വരനിലേക്ക് അടുക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി കാണിച്ച് തന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാം. അടുത്ത കാർഡ് നിങ്ങളുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടും. നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുടെ ശക്തി കൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ, നിങ്ങളുടെ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ എന്ന് വെച്ചാൽ സ്നേഹമുണ്ട്. യഥാർത്ഥത്തിൽ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ പല പ്രശ്നങ്ങളും, ഇപ്പോൾ നേരത്തെ ഈ 3 കാർഡിൽ പറഞ്ഞ പോലെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ ഭയപ്പെടണ്ട. അപ്പോൾ നിങ്ങൾക്കും ഒരു ഭയം ഉണ്ടാവും. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങളുടെ സ്വപ്നങ്ങൾ, ആ പോസിറ്റീവ് എനർജി, ശക്തി യൂണിവേഴ്സ് സംരക്ഷിക്കും. അത് തന്നെ പറയാനുള്ളൂ. ആ സ്വപ്നങ്ങളുടെ കാര്യത്തെപ്പറ്റി നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടോ അത് നടക്കും. മറ്റുള്ള ദുഷ്ചിന്തകളും ദുഷ്പ്രേരണകളും ഭയങ്ങളും അത് ആ വ്യക്തിയുടേതായാലും നിങ്ങളുടേതായാലും ഭയപ്പെടണ്ട. പ്രതീക്ഷിക്കാം. അപ്പോൾ ആ വ്യക്തിയിൽ തന്നെ പ്രതീക്ഷ വരും.
നിങ്ങൾ ഭയപ്പെടേണ്ട. ആ വ്യക്തി കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും. കാരണം പ്രതീക്ഷ കൃത്യമായിട്ട് വരികയാണ്, ഒരു പോസിറ്റീവിലെ ട്രെൻഡിലേക്ക് വരികയാണ്. അതായത് യഥാർത്ഥത്തിൽ ഈ സംഭവം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് മൊത്തത്തിൽ പറയാം, മനസ്സിൽ തോന്നുന്ന ഒരു ഭയമാണ്. അത് പുറത്ത് പറയാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സ് അത് കാണിച്ചു തരുന്നു, നിങ്ങളുടെ ശക്തി അത് കാണിച്ചു തരുന്നു, അത് സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് നൽകുന്നു, പ്രതീക്ഷ നൽകുന്നു. ഒരു കാര്യവും പേടിക്കേണ്ട. പ്രതീക്ഷയായിട്ട് യൂണിവേഴ്സ് ഉണ്ട്. ദുഃഖങ്ങളും ദുരിതങ്ങളും മാറും. മറച്ചു വെച്ചത് നിങ്ങൾക്ക് മുൻകൂട്ടി അറിഞ്ഞ് തിരുത്താൻ കഴിയും. മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് വ്യക്തി ശ്രമിക്കണം. അല്ലെങ്കിൽ നിങ്ങളങ്ങോട്ട് ഏതാണെന്ന് ചോദിക്കണം. അങ്ങനെയാകുമ്പോൾ പ്രതീക്ഷയുണ്ടാവും. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നഷ്ടപ്പെട്ട സമാധാനവും സ്നേഹവും ഇഷ്ടവും കാരുണ്യവും കരുതലും നന്മയും ഒക്കെ തിരിച്ചു കിട്ടുന്നത് പ്രതീക്ഷയായിട്ട് മാറും. പിന്നെ മനസ്സിലുണ്ടായത്, അടുത്ത കാർഡ് പറയുന്നതാണ്, ഹീലിംഗ് ആണ്. മനസ്സിലുണ്ടായ മുറിവുകൾ വല്ലാതെ ഉണ്ട് രണ്ടുപേരെ സംബന്ധിച്ച്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തിക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടായതുപോലെ തന്നെ മൊത്തത്തിലൊരു മരവിപ്പുണ്ടായിരുന്നു മനസ്സിന്. അതെല്ലാം മാറും, പോസിറ്റീവായിട്ട് തന്നെ മാറും. എല്ലാ ദുഃഖങ്ങളും മാറി സന്തോഷവും സമാധാനവും കിട്ടുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. വലിയ പ്രതീക്ഷയിലേക്ക് നിങ്ങൾക്ക് വരാം. വളരെ നല്ല സമ്മിശ്രമായിട്ട് നമുക്ക് തോന്നിയെങ്കിൽ അവസാനം ലാൻഡ് ചെയ്യുന്നത് സമാധാനത്തിലാണ്. അത് തന്നെ ഒരു സമാധാനമായിട്ടാണ് നമ്മുടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാർഡ്. മനസ്സിലായപ്പോൾ ഉള്ള വിഷമവും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം ഹീൽ ചെയ്യപ്പെടും, ഒപ്പിയെടുക്കപ്പെടും. എല്ലാ ദുരിതങ്ങളും വലിയ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അത് തന്നെയാണ് ഏറ്റവും വലുത്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് മനസ്സിലുള്ള ദുഃഖം മാറാനാണ്. ഈശ്വരൻ, യൂണിവേഴ്സ്, ശക്തി നിങ്ങൾക്കത് നൽകിയിരിക്കുന്നു. ഈ കാർഡൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്ത് വരുന്നതാണ്. അതായത് എങ്ങനെയെന്ന് ആർക്കും പറയാൻ കഴിയില്ല. നമ്മളൊരു റീഡിങ്ങിലേക്ക് എടുക്കുമ്പോൾ സമ്മിശ്രമായ ജീവിതം പറയുമ്പോൾ അത് ഗുണമായാലും ദൂഷ്യമായാലും തുറന്നു പറയും. കാരണം കാർഡുകൾ അതനുസരിച്ചാണ് വരുന്നത്. നമുക്ക് ആർക്കും മറച്ചു വെക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നന്മയാണ്. ഹീൽ ചെയ്യട്ടെ, മനസ്സിലെല്ലാ ദുഃഖങ്ങളും മാറട്ടെ. അത് വലിയ സന്തോഷം നമുക്ക് നൽകുകയാണത് കാണുമ്പോൾ. ഏറ്റവും അവസാന കാർഡ് എല്ലാം ശരിവെക്കുന്നതാണ്. വൈസ് കൗൺസിലർ. ഉപദേശിക്കാനും ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് നിന്ന് നല്ല ജീവിതത്തിലേക്ക് പോകാനും വിജയങ്ങളുണ്ടാക്കാനും പ്രതിസന്ധികളെ മറികടക്കാനും ജീവിതത്തിൽ 100 മേനി കൊയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. അതായത് എന്തൊക്കെയായിരുന്നു തുടക്കത്തിൽ പ്രശ്നം, അതെല്ലാം മാറുകയാണ്. ഐക്യം വരുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹം വരുന്നു, നിങ്ങൾ തമ്മിൽ ചെയ്യുന്ന സംരംഭങ്ങളും ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നു. സാമ്പത്തികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാകുന്നു. ഒരുമിച്ച് നിന്ന് പല ബുദ്ധിപരമായ നേട്ടങ്ങൾ, അതുവരെ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ഭയപ്പെട്ട് പ്രതീക്ഷയില്ലാതെ നിന്ന സാഹചര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നു. ഒരുമിച്ച് നിൽക്കുന്ന ഐക്യത്തിൻ്റെ ഗുണം നിങ്ങൾ മനസ്സിലാക്കുന്നു, സ്നേഹത്തിൻ്റെ ഗുണം നിങ്ങൾ മനസ്സിലാക്കുന്നു. ഒരുമിച്ച് നിന്ന് ആശയങ്ങൾ, ആ പ്രൊഡക്ടിവിറ്റിയൊക്കെ തിരിച്ചു വരുന്നു, എനർജി തിരിച്ചു വരുന്നു, പ്രതീക്ഷ തിരിച്ചു വരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ലാൻഡിങ് ഉണ്ടാവുകയാണ്. ഈ കാർഡുകളുടെ അറേഞ്ച്മെൻ്റ് അനുസരിച്ച് ഭയപ്പെടേണ്ട. ഓൾ ടുഗദർ പറയുകയാണെങ്കിൽ മനസ്സിലുള്ള ചിന്ത, ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഈ കാർഡുകളിൽ നിന്ന് ഉത്തരം കിട്ടുകയാണ്. ആ വ്യക്തിക്ക് ചില മിഥ്യാധാരണകളുണ്ടായിരുന്നു, അതനുസരിച്ച് നിങ്ങളോട് തുറന്നു പറഞ്ഞില്ല. സ്നേഹം കുറവായിട്ട് നിങ്ങൾക്ക് തോന്നി, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. അവസാനം ആ സ്നേഹത്തിൻ്റെ യഥാർത്ഥ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുകയാണ്. യഥാർത്ഥ അന്തസത്ത, യഥാർത്ഥ അനുഭവം നിങ്ങൾക്കുണ്ടാവുകയാണ്. സാറ്റിസ്ഫാക്ഷനിൽ അത് അവസാനിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്നേഹം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് ആ വ്യക്തി മനസ്സിലാക്കി. ആ വ്യക്തിയുടെ ഒരു മിഥ്യാധാരണയിൽ നിന്നും നിങ്ങൾക്ക്, ആ വ്യക്തിയിൽ നിന്നും ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ആ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സ്നേഹം ഡീവിയേറ്റ് ചെയ്ത് പോയിരുന്നു. പക്ഷെ തിരിച്ച് ആ വ്യക്തി എത്തി. അതിൽ നിങ്ങളും പങ്കുവയ്ക്കണം. ആ വ്യക്തി കാണാത്തത് നിങ്ങൾ കാണണം, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ പ്രതിസന്ധി മാറിയിരിക്കുന്നു. വളരെ ചെറിയ ഒരു സംഭവമായിരുന്നു. അത് കണ്ടെത്തി മാറി നിങ്ങൾ വിജയിച്ച് ഐക്യപ്പെട്ടു പോകുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു, ഒരു റീഡിംഗ് ആയിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.